നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 231st day. Today 21st sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 331 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. തത്ര സുപ്തം സവിജ്ഞായ ദുന്ദുകാരി സ്വബാന്ധവം നിശീദീ ദർശയാമാസ മഹാരൗദ്രതരം ബഭൂ. തത്ര സുപ്തം സവിജ്ഞായ ദുന്ദുകാരി സ്വബാന്ധവം നിശീദീ ദർശയാമാസ മഹാരൗദ്രതരം ബഭൂ. ഓം തത്സത്. തൻ്റെ ബന്ധുവായ ഗോകർണൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഉറങ്ങുന്നതായി അറിഞ്ഞ ദുന്ദുകാരി തൻ്റെ അതിരൗദ്രമായ രൂപം അവന് സ്വപ്നത്തിൽ അവിടെ കാട്ടിക്കൊടുത്തു. ഈ പ്രേതങ്ങൾ രാത്രി സമയത്താണ് അവരുടെ വിഹാരമുണ്ടായിരിക്കുക. പകൽ സമയത്ത് വെളിച്ചത്ത് അവർക്ക് പുറത്തിറങ്ങുവാൻ പറ്റുകയില്ല. ഇരുട്ടിന് മാത്രമാണ് അവർക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇരുട്ടിൻ്റെ പ്രതീകമാണ് പ്രേതങ്ങളും പിശാചുക്കളുമൊക്കെ. വെളിച്ചത്തിൻ്റെ പ്രതീകമാണ് ദൈവവും നന്മയും ഒക്കെ എന്ന് മാലാഖമാരൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ പ്രതീകമായ ആ ദുന്ദുകാരി രാത്രിയിൽ ഉറങ്ങുന്ന തൻ്റെ ബന്ധുവായ ഗോകർണൻ, അവന് ലോകത്ത് ബന്ധു എന്ന് പറയുവാൻ വേണ്ടി ഈ ഗോകർണൻ മാത്രമേ ഉള്ളൂ. എന്തെന്നാൽ തൻ്റെ അച്ഛൻ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പരിചരിച്ചതുകൊണ്ട് തനിക്കും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പ്രേതരൂപം, അതിഘോരമായിട്ടുള്ള പ്രേതരൂപം ഗോകർണന് രാത്രി സമയത്ത് അവിടുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോകർണന് രാത്രി സമയത്ത് കാട്ടിക്കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത്. മഹാരൗദ്രതരം, അത്രയ്ക്കും ഭയങ്കരമായ വപു, ശരീരം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തത്ര സുപ്തം സവിജ്ഞായ ദിന്ദുകാരി സ്വബാന്ധവം നിശീദീ ദർശയാമാസ മഹാരൗദ്രതരം വപു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.